മുസ്ലിമീങ്ങൾ കുറെ കാലം ലവ് ജിഹാദ് കൊണ്ടുവന്നു, പിന്നീട് ഗോ ജിഹാദ് കൊണ്ടുവന്നു, തെരഞ്ഞെടുപ്പ് ജിഹാദ് കൊണ്ടുവന്നു. അങ്ങനെ പല പല ജിഹാദും കൊണ്ടുവന്നതിന്റെ ആവേശത്തോടുകൂടി സിനിമാ നടൻ മമ്മൂട്ടി സിനിമാ ജിഹാദും കൊണ്ടുവന്നു. അത് മാത്രമായിരുന്നു കൊണ്ടുവരാൻ ബാക്കിയുണ്ടായിരുന്നത്. അതൊരു സിനിമാ നടനും കൂടിയായിട്ടുള്ള മുസ്ലിമായ മമ്മൂട്ടി കൊണ്ടുവന്നതോടെ എല്ലാം തികഞ്ഞു. ബലെ ബേഷ് പുഴുവെന്ന ഒരു സിനിമ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണത്രേ സിനിമയുടെ കഥ രൂപാന്തരപ്പെട്ടത്. ആദ്യം ഈ കഥയായിരുന്നില്ലത്രേ പുഴു എന്ന സിനിമ. എന്നാൽ മമ്മൂട്ടി കർശനമായി നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഈ കഥ പുറത്തു വന്നതത്രേ. എത്ര ക്രൂരനാണ് മമ്മൂട്ടി എന്ന് ഓർക്കണം. ഒരുപക്ഷെ മുസ്ലിമീങ്ങളെക്കാളും മമ്മൂട്ടിക്ക് ആരാധകരുള്ളത് ഹൈന്ദവരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമായിരിക്കാം. അതൊന്നും ഓർക്കാതെ മമ്മൂട്ടി വളരെയധികം നന്ദികേടും ക്രൂരവും പൈശാചികവുമാണ് കാണിച്ചിട്ടുള്ളത്. മമ്മൂട്ടി തന്റെ ആരാധകരെയൊക്കെ മറന്നുകൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ, അവരുടെ സമുദായത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ സിനിമാ ജിഹാദ് കൊണ്ടുവന്നു. അതിന്റെ തുടക്കമാണ് പുഴു എന്ന സിനിമയും ഉണ്ട എന്ന സിനിമയും. ഉണ്ടയായത് ഹൈന്ദവരിൽ സതീ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന്ന് ഹൈന്ദവർക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അതിന് കാരണം സിനിമകളിലൂടെയും രാഷ്ട്രീയക്കാരും ഇടപെട്ടുകൊണ്ട് ആ സമ്പ്രദായം ഇല്ലായ്മ ചെയ്തതാണ്. താഴ്ന്ന ജാതിക്കാരന് അയിത്തം കൽപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. ദളിതനെ കണ്ടുകൂടാത്തൊരു കാലമുണ്ടായിരുന്നു. നായർ നമ്പൂതിരി സംബന്ധ ഏർപ്പാട് നിർത്തലാക്കിയതും കുരുമുളക് വ്യാപാരത്തിലെ ഇടനിലക്കാരായ മാടമ്പിമാരെ ഒഴിവാക്കിയതും കർഷകരെ സഹായിച്ചതും ടിപ്പു സുൽത്താനായിരുന്നു. ഈ വിപ്ലവകരമായ പരിഷ്കാരങ്ങളെ എതിർത്ത ദല്ലാൾ ഭരണവർഗമാണ് ടിപ്പുവിനെ രാജ്യദ്രോഹിയാക്കിയതും ഇസ്ലാമിനെ ഭീകര പ്രസ്ഥാനമായി ചിത്രീകരിച്ചതും. പ്രജാസഭയിലെ അംഗമായിരുന്നു കറുപ്പൻ. രാജാവ് നടത്തിയ ഒരു ചടങ്ങിൽ ജാതിയുടെ പേരിൽ കറുപ്പനെ ക്ഷണിച്ചില്ല. അതേ ചടങ്ങിൽ കുറച്ചുകാലം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച പുലയ സമുദായ അംഗത്തെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി അടിമയായിരുന്ന പുലയൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനായി മാറി. അതിനെക്കുറിച്ച് കറുപ്പൻ തന്നെ എഴുതിയത് നമുക്ക് കാണാം. അല്ല, ഇവൻ ഇന്നൊരു പുലയനല്ലേ, അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാ തടസ്സം, ഇല്ലില്ലായിടത്തും പോകാം, ഇല്ലത്തും പോയിടാം ജ്ഞാനപ്പെണ്ണേ, നോക്ക് സുന്നത്തും മഹാത്മം യോഗപ്പെണ്ണേ. ഈ യാഥാർത്ഥ്യമാണ് കുമാരനാശാനും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരേ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചുറ്റും അവനെത്തി ചാരത്തിരുന്നിടാം, ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ. ഇത്ര സുലഭമാശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരിങ്ങ ശ്രേയസ്സുപേക്ഷിച്ച് ബദ്ധരായി മേയുമോ ജാതി മേലിൽ. ഹൈന്ദവരെ അവർ ഹൈന്ദവരായി പോയി എന്ന കാരണം കൊണ്ട് അടിമകളായി തീർന്ന മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയത് ഒരർത്ഥത്തിൽ സിനിമക്കും പങ്കുണ്ട്, CPM-ന് പങ്കുണ്ട്, മുസ്ലിമീങ്ങൾക്കും പങ്കുണ്ട്. അല്ലാതെ ഹൈന്ദവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ഒരു ജിഹാദും മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ഇനി ആഗ്രഹിക്കുകയുമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർ മുസ്ലിമീങ്ങളുമല്ല. കാരണം ഇസ്ലാം തീവ്രവാദത്തെ എതിർക്കുന്നു. മറ്റു മതസ്ഥരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. മറ്റു മതസ്ഥരെ പരിഹസിക്കുന്നത്, അവരുടെ ദൈവങ്ങളെ പരിഹസിക്കുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പരിഹസിക്കുന്നവൻ മുസ്ലിമല്ല. അങ്ങനെ പരിഹസിക്കാൻ പാടില്ല എന്നാണ് മുസ്ലിമീങ്ങൾ പരിശുദ്ധവും പരിഭാവനവുമായി കാണുന്ന അവരുടെ മതഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മറ്റൊരു വിരോധാഭാസവും കൂടി നടക്കുകയാണ്.
മമ്മൂട്ടി എന്ന വ്യക്തിയോട് വെറുപ്പില്ലെങ്കിലും മമ്മൂട്ടി ചെയ്യുന്ന പ്രവൃത്തി അത് അനിസ്ലാമികമാണ്. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മമ്മൂട്ടിയെയും ശക്തമായി എതിർക്കുന്നു. സിനിമയെയും സിനിമയിൽ അഭിനയിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നില്ല. സിനിമ കാണുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും സിനിമയും ഇസ്ലാം നിഷിദ്ധമായിട്ടാണ് കാണുന്നത്. എന്നിരിക്കെ പലതരത്തിലുള്ള ജിഹാദുകളുടെ വിളനിലയമായ കേരളത്തിൽ സിനിമാ ജിഹാദ് ഉണ്ടെന്ന് ഒരു പുതിയ കഥയല്ല. ഇസ്ലാമിന് അന്യമായ സിനിമയെ മുസ്ലിമീങ്ങൾ ജിഹാദാക്കാൻ നോക്കുന്നു. സിനിമയിലൂടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു. സിനിമയിലൂടെ ഹൈന്ദവ വിരുദ്ധത, ക്രിസ്ത്യൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, എന്നാൽ അന്യമതസ്ഥരുടെ ഇടയിൽ ഭീതി വിതയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മലയാളികൾ ജാതിമത രാഷ്ട്ര ഭേദമന്യേ ആരാധിക്കുന്ന ഒരു വിഗ്രഹം തന്നെ നേതൃത്വം നൽകുന്നു എന്ന വാർത്ത കേട്ട് മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ്. അതിശയോക്തിയാണ് തോന്നുന്നത്. മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ പോലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അത് നിഷിദ്ധമായി കാണുന്നു. മലയാളികളുടെ മനസ്സുകളെ കോരിത്തരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ പ്രിയതാരം മമ്മൂട്ടിക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത്. ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന കളിയാക്കലുകളുള്ള ചിത്രമാണ് പുഴു. മമ്മൂട്ടിയും പാർവതി തിരുവോത്തും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരമാണ് നിർമ്മിച്ചത് എന്നാണ് ആരോപണം. പിന്നെ എങ്ങനെയാണ് മമ്മൂട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം ഒരു ജിഹാദ് നടപ്പാക്കുക? BJP-യുടെ നേതാവും തൃശൂർ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു സ്വാമിയെ പരിഹസിച്ചിട്ടുണ്ട്. ആ സ്വാമി തമ്മാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നൊരൊറ്റ ഹൈന്ദവൻ സുരേഷ് ഗോപി സ്വാമിമാരെ ആക്ഷേപിച്ചു, അവഹേളിച്ചു, അവരുടെ മനസ്സ് വ്രണപ്പെടുത്തി. ഹൈന്ദവ നേതാക്കളെ പരിഹസിച്ചുകൊണ്ട് ഹൈന്ദവരുടെ മനസ്സ് വേദനിപ്പിച്ചു, വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഹാജിയുടെ പേരിൽ അഭിനയിച്ചു. ആ ഹാജി ആവട്ടെ സ്ത്രീലമ്പടനായിട്ടാണ് അതിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് ഒരൊറ്റ മുസ്ലിമും ആ സിനിമയുടെ സംവിധായകൻ ഹാജിമാരുടെ മനസ്സ് വ്രണപ്പെടുത്തി. മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങളാണ് ആ സിനിമയിൽ കൊണ്ടുവന്നത് എന്നൊരൊറ്റ മുസ്ലിമും പറഞ്ഞില്ല. മമ്മൂട്ടി മുസ്ലിമീങ്ങളെ പരിഹസിച്ചു, മുസ്ലിമീങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ പ്രതിഷേധം അറിയിച്ചിട്ടില്ല. കാരണം അതിന്റെ പേരിലൊന്നും ഒലിച്ചു പോകുന്ന ഒരു മതമല്ല ഇസ്ലാം മതമെന്ന് മുസ്ലിമീങ്ങൾക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. മമ്മൂട്ടിയുടെ പേര് ഒരു മുസ്ലിം പേരായതിന്റെ പേരിൽ പുഴു എന്ന സിനിമയിലൂടെ ഒരു ഹൈന്ദവ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം സിനിമാ ജിഹാദ് കൊണ്ടുവരുന്നു, സിനിമയിലൂടെ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിരോധാഭാസമാണ്. അങ്ങനെയൊന്നും ഇസ്ലാം മതത്തെ വളർത്തേണ്ട കാര്യമോ ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടേണ്ട കാര്യമോ മുസ്ലിമീങ്ങൾക്കില്ല. കാരണം ഇസ്ലാം മതം ഒരു തെരഞ്ഞെടുപ്പ് മതമല്ല. പല രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും മുസ്ലിം സമുദായത്തിന്റെ വോട്ട്, ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട്, ഹൈന്ദവ സമുദായത്തിന്റെ വോട്ട് എന്നൊക്കെ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെ വേർതിരിക്കുമ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. എന്തുകൊണ്ട് അവർക്കൊക്കെ ഇന്ത്യയിലുള്ളവരോട് ഇന്ത്യൻ പൗരന്മാരുടെ വോട്ട് എന്ന് പറഞ്ഞുകൂടാ? എന്തിനാണ് മതത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിനെ പോലും വിഭജിക്കുന്നത്?